സെന്റ് ജോർജ് എന്ന നാമം ഞങ്ങളിട്ടതല്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ചത്. ഇത് ഞങ്ങളുടെ പള്ളിയുടെ കല്ലാശീർവദിച്ചപ്പോൾ ഇട്ടതല്ല, ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ പാതയാണിത്. കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഏറിയ കുടിയേറ്റങ്ങളുടെ കാലഘട്ടങ്ങളിൽ വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി കുടിയേറപ്പെട്ട ക്രൈസ്തവരാണ് ഈ ദേവാലയത്തിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് ചരിത്രം പറയപ്പെടുന്നു. ഏതാണ്ട് 1700കളുടെ അവസാനമാണ് ഈ ദേവാലയം സ്ഥാപിതമാകുന്നത്. ഇവിടുത്തെ പൂർവികരായ ആളുകൾ ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയിൽ പോയി അവിടുത്തെ മണ്ണെടുത്തുകൊണ്ട് വന്ന് ആദ്യമായിട്ട് ആരംഭിച്ച ദേവാലയമാണ് ഇത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ സ്ഥാപിച്ചതാണ് ഒറ്റക്കല്ലിൽ പണിത പള്ളിയുടെ സമീപത്ത് കാണുന്ന കൈക്കുരിശ്. യെരുശലേം ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിവസം ഒരു യഹൂദൻ ലോകത്തിൻ്റെ ഏത് കോണിലായാലും യെരുശലേം ദേവാലയത്തിലേക്ക് വരും എന്നതാണ് ഒരു പതിവ്. അതുപോലെയാണ് ചന്ദനപ്പള്ളിയിൽ അംഗമായിരിക്കുന്ന ഏത് കുടുംബാംഗവും അവർ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ അവധിയെടുത്ത് ചന്ദനപ്പള്ളി പെരുന്നാൾ സംബന്ധിക്കാനായിട്ട് എത്തും എന്നത് ഒരു പ്രധാനമായ കാര്യമാണ്. ചില നിലനില കടന്നു വരും. സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ് നിലനിൽ പോകും. ഇത് സൂര്യനാണ്. ഈ സഹോദരന്റെ സാന്നിധ്യം സൂര്യ തേജസ്സാണ്. ഇത് ദേശത്തിന് അറിയാം. ഈ ദേശത്തിന്റെ പെരുന്നാളായി ഈ ചന്ദനപ്പള്ളിയിൽ നെഞ്ചിലേറ്റി സഹോദരനെ സ്നേഹിക്കുമെങ്കിൽ സഹോദരയുടെ സാന്നിധ്യം സൂര്യ തേജസ്സെന്ന് നാനാജാതി മനസ്സർക്ക് ബോധ്യപ്പെട്ടതാണ്.